ഹലോ മച്ചമാരെ, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെബ്രോണിക്സിന്റെ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ്. അതായത് ഇത് അതിന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. നല്ലൊരു ഫീലാണ് കേട്ടോ. ബോക്സിൽ നിന്ന് അടിപൊളി ഒരു മണം വരുന്നുണ്ട്. അത് ഈ ഒരു ബോക്സിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു പ്രീമിയം ആ ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ട്, ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ആ ഒരു ബോക്സ് വരുന്നത്. ഇത് സെബ്രോണിക്സിന്റെ സെബ്ഫിറ്റ് 3220CH എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഇതിന്റെ മെറ്റാലിക് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ വേരിയന്റ് ആണ് ഇപ്പൊ എൻ്റെ ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യൽ എഡിഷൻ ഇപ്പം ആമസോണിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ അല്ല. ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിന്റെ ഒരു വേരിയന്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ അവിടെ നിന്ന് പോയി മേടിക്കാം. ബോക്സിന്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം ഫീച്ചേഴ്സുകൾ എഴുതി വെച്ചിരിക്കുന്ന കാണാം. ആദ്യമേ ഞാൻ പറയുവാണെങ്കിൽ ഇത് കോളിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വാച്ച് അല്ല. ഇതൊരു ഫിറ്റ്നസ് വാച്ച് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാം, ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യാം, പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാം. അങ്ങനത്തെ സ്ലീപ്പ് മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു ഫിറ്റ്നസ് വാച്ച് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവർ ഈ ഒരു വാച്ച് മെറ്റൽ ബോഡി കൊടുത്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നൽകിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്പെഷ്യൽ എഡിഷൻ വാച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവർ മെറ്റൽ മാഗ്നറ്റിക് സ്ട്രാഫ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് റൗണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. മറ്റേ സ്ക്വയർ ടൈപ്പ് വാച്ച് അല്ല, ഇത് റൗണ്ട് വാച്ചാണ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുവാണെങ്കിൽ TFT ഡിസ്പ്ലേ ആണ്, HD ഡിസ്പ്ലേ അല്ല. അങ്ങനത്തെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എത്ര പേർക്ക് TFT ഡിസ്പ്ലേ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു കളറിനൊക്കെ ഒരു പഞ്ചിനെസ് കുറവായിട്ട് തോന്നും. എന്നാലും ഡീസന്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. TFT ഡിസ്പ്ലേയിൽ ഒരു ഡീസന്റ് ഡിസ്പ്ലേ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാടധികം എക്സസൈസ് മോഡുകൾ ഇതിനകത്ത് നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോൾ ഫംഗ്ഷൻ അവൈലബിൾ അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അത് നമുക്ക് കോള് വാച്ചിലൂടെ റിജക്ട് ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിനകത്ത് ഇൻബിൽഡ് സ്പീക്കർ വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് ഇതിനകത്ത് അവൈലബിൾ അല്ല. ആൻഡ് നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ബോക്സിന്റെ സൈഡിലായിട്ട് നിറയെ സീബ്ര ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വെക്കാം. ബോക്സിനകത്ത് വേറെ എന്തൊക്കെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്കൊരു കാർഡ് കാണാൻ പറ്റും. ഇതിനകത്തൊരു QR കോഡ് ഉണ്ട്. ഒരുപാട് രീതിയിലുള്ള പേപ്പർ വർക്കുകൾ പല വാച്ചുകളിൽ നമ്മൾ തുറക്കും. വാച്ചുകൾ മാത്രമല്ല, ഏത് പ്രോഡക്റ്റ് തുറന്നാലും കാണും. അത് ഇങ്ങനത്തെ ഒരു കാർഡിലാക്കി കൊടുക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിപ്പം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു വാച്ചിന്റെ യൂസർ മാനുവൽ നമ്മുടെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും ആവശ്യമുള്ളവർക്ക്. അല്ലാണ്ട് ചുമ്മാ ഇതിനകത്ത് വാരി വലിച്ച് കുറേ അധികം പേപ്പർ വർക്കുകൾ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇത് വേണ്ടവർക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് മാനുവലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ പ്രത്യേകമായിട്ട് ഒരു സൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു 3220CH എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച്. ഇത് ജസ്റ്റ് ഒന്ന് പീൽ ഔട്ട് ചെയ്ത് കളയാം. ഈ ഒരു എഡ്ജസ് ഒക്കെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഒരു കർവ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആ ഒരു മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീല്, നമുക്കൊരു പ്രീമിയം വാച്ചിന്റെ ഫീല് നമുക്ക് ഈ ഒരു വാച്ച് തരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ് ഒക്കെ വന്നിട്ട് അത് ഓൺ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ അനലോഗ് ഡയലുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സൈഡിലത്തെ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി സ്പോർട്സ് മോഡുകൾ കാണാൻ പറ്റും. അതേസമയം ഈ ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. നിരവധി എക്സസൈസ് മോഡുകൾ കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കമ്പാനിയൻ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വാച്ച് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് താഴേന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരും. താഴേക്ക് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഇതേപോലെ ബ്രൈറ്റ്നസ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ കുറേ അധികം ഇവിടെ ഡേറ്റ് കാണാൻ പറ്റും, ചാർജ് എത്ര ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനത്തെ കുറേ അധികം ഓപ്ഷൻസും എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിംസ് കാണാൻ പറ്റും. 2 ഗെയിമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ യങ് ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഫോണുകളിലൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഗെയിമാണ്. ഇതിങ്ങനെ താഴെ വീഴാതെ മുട്ടാതെയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു ഗെയിം. അത് അത്ര അഡിക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വെയർ ചെയ്തിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് വളരെ ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സ്ട്രാഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള അലർജിയും ഈ ഒരു സ്ട്രാഫ് യൂസ് ചെയ്തുകൊണ്ട് വരില്ല. ഞാൻ ഇവിടെ വേറൊരു വാച്ച് കാണിച്ചു തരാം. ഈ ഒരു വാച്ചിന്റെ സ്ട്രാഫ് കണ്ടോ, ഒരു റബ്ബർ ഫിനിഷ് ഉള്ള സ്ട്രാഫാണ്. ഇത് ഭയങ്കര അലർജിക്കാണ്. ഞാനിത് കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ ഫുള്ള് ചുമന്നിട്ട് ഇങ്ങനെ സ്കിൻ ഇങ്ങനെ ഇളകി വരും.
അത് ഭയങ്കര ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു വാച്ച് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു റബ്ബർ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വേർപ്പ് തങ്ങിയിട്ട് ഇതിന്റെ പെയിന്റ് ഫുൾ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ ഒരു വാച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും പക്ക ഒരു ഡിസൈനാണ്, നല്ല രസമുണ്ട് കാണാൻ. ഒരു പ്രീമിയം വാച്ച് കയ്യിൽ കിടക്കുന്ന ഒരു ലുക്ക് തന്നെ ഈ ഒരു വാച്ച് തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിംഗർ പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മീറ്റർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ഞാനിതിവിടെ എൻ്റെ ഒരു ഫിംഗർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് ഓൺ ആക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഈ ഒരു ഓക്സിമീറ്റർ ഓൺ ആക്കി. ആൻഡ് അതേ സമയത്ത് ഞാനിവിടെ എൻ്റെ വാച്ചിനകത്തും റീഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ റീഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നമുക്ക് സ്റ്റില്ലായിട്ട് കുറച്ച് നേരം ഇരിക്കാം. ഓക്കെ, വാച്ചിനകത്തിപ്പം 96 കാണിക്കുന്നത്. ആൻഡ് ഇതിനകത്തും 96 തന്നെയാണ് കാണിക്കുന്നത്. അത് വേരി ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, 97, 96 കണ്ടോ. അപ്പം അത് ഇടയ്ക്ക് വേരി ആവുന്നുണ്ട്, കാരണം ഇത് ലൈവായിട്ട് നമ്മുടെ പൾസ് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് കുറച്ചധികം ആക്യുറേറ്റ് തന്നെയാണ് ഈ ഒരു വാച്ച്. ഇവിടെ ആയിട്ട് നമ്മൾ ആ ഒരു കമ്പാനിയൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെബ്രോണിക്സിൻ്റെ ഒരു കമ്പാനിയൻ ആപ്പ്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് വാച്ച് ഒന്ന് പെയർ ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഡ് ഡിവൈസ് കൊടുത്ത് നമ്മൾ ഈ ഒരു വാച്ച് പെയർ ചെയ്യുവാണ്. ഇപ്പം നമ്മുടെ ആ ഒരു വാച്ച് ഇവിടെ പെയർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാടധികം വാച്ച് ഫേസസുകൾ കാണാം. കണ്ടോ, ഇവിടെ ആയിട്ട് നമുക്ക് നിരവധി 100-ലധികം വാച്ച് ഫേസസ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു വാച്ചിൽ നമുക്ക് ഇടാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വാച്ചിൽ തന്നെ ഒരു QR കൊടുത്തിട്ടുണ്ട്, അത് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇതുപോലത്തെ ഫിറ്റ്നസ് വാച്ചുകളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഫോളോ ചെയ്യുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോയിൽ ടെക് ന്യൂസുകളും ഇതുപോലത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ഇറ്റ്സ് മീ ആഷിഷ് ടെക്കി. ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ ആൻഡ് ബൈ.